Priyapeta Makale, a priest, according to the Holy Church teachings and to the Bible, is a person chosen by God from among the people and for the people. വിശുദ്ധ വേദപുസ്തകമനുസരിച്ച് ഒരു വൈദികൻ എന്ന് പറയുന്നത് ദൈവത്താൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതായ വ്യക്തികളാണ്. We are chosen not because we are better than the people of God. നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരെക്കാൾ ദൈവജനത്തെക്കാൾ നമ്മൾ മെച്ചപ്പെട്ടവരായിരുന്നതുകൊണ്ട് അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. Actually, many of us are less spiritual and weaker spiritually than many of our lay people. പലപ്പോഴും ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അൽമായക്കാരേക്കാൾ നമ്മിൽ ചിലരെങ്കിലും ആത്മീയമായി താഴെ നിൽക്കുന്നവരാണ് എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. But God chooses us based on His foreknowledge so that His strength may manifest in our weakness. എന്നാൽ ദൈവത്തിന്റെ നമ്മുടെ ബലഹീനതയെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലാണ് ആ ശക്തി നമുക്ക് പകർന്നു തന്ന് ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. Therefore, where we are chosen, we should remember always, it's not because of who we are, because what we possess, because what family we come from, or how strong or how educated we are. All this doesn't matter to God. നമ്മുടെ സ്ഥാനമോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ മഹത്വമോ ഒന്നുമല്ല നമ്മുടെ ദൈവം നമ്മെ വിളിച്ചതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. He chooses us because He sees through us that we are the agents and the vessels through which He can work among His people. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനുള്ളതായ ഉപകരണങ്ങളും ദൈവത്തിന്റെ കൈവേലയായി മറ്റുള്ളവരിലേക്ക് ദൈവകൃപകളെ കൊടുക്കുവാനുള്ള പാത്രങ്ങളുമായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. And it's very wrong for any of us, whether Kashisho, Juroyo, Episcofo, Metropolito, Mafriono, Patriarcho, it's very wrong for any of us to think that God has put us as leaders and presidents of these people. He has appointed us as servants of these people. എന്നാൽ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അത് ഷെമാശനാണെങ്കിലും അച്ഛനാണെങ്കിലും മെത്രാപ്പൊലീത്തയാണെങ്കിലും കാതോലിക്ക ബാവയാണെങ്കിലും പാത്രിയർക്കീസ് ബാവയാണെങ്കിലും മറ്റുള്ളവരുടെ മേൽ ആധിപത്യവും അധികാരവും നടത്തുവാനല്ല, ശുശ്രൂഷിക്കുവാനായിട്ടാണ് നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. We have to do our best to trade with the talents that God gave us so that we are able to present the prophet when he comes and asks us about all the souls that are in our custody entrusted to us. ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകളെയും കൃപകളെയും ഫലവത്തായി നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ തിരുമുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരുമ്പോൾ, കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മുഖപ്രസന്നതയോടെ കർത്താവിന്റെ മുൻപാകെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. At least two things I will mention here that go wrong with us as clergy. One of them is when we do ministry, we may do good things and God bless us with great many things, and then we ascribe everything to ourselves and we forget the Lord. We start making people getting attached to us, to our persons, rather than to Christ. We always put ourselves first and leave Christ behind, while we should always bring Christ in front. People should encounter Christ, not us. That's one. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ പലപ്പോഴും പറ്റുന്നതായ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്, ദൈവത്തിന്റെ കൃപയിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രവർത്തിക്കാനും ദൈവജനത്തിന് നൽകുവാനും കഴിയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഇത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയാലുമാണെന്നുള്ളത് മറന്നുകൊണ്ട് കർത്താവിനെ മുന്നിൽ നിർത്താതെ നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുവാനും നമ്മുടെ മഹത്വീകരണത്തിനും വേണ്ടി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയതായ ഒന്നാമത്തെ അപജയം എന്ന് പറയുന്നത്. Second thing that may go wrong with us is that when during our ministry and involvement with the people, for good reasons, we get involved on daily basis, sometimes 24 hours a day, in taking care of the spirit, of the needs of the people, and we start doing charity work, organizational work, visits, everything. That in itself drains us, makes us at the end of the day tired and empty, and we forget ourselves. We should not forget ourselves. We should recharge every day by reading the gospel, the Bible, by praying, by fasting, and by taking care of our own spiritual needs through confession and having a confessor father and doing all other spiritual exercise that we need to do. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഓട്ടത്തിനിടയിൽ, രാവിലെ മുതൽ രാത്രി വരെയുമുള്ളതായ ഓട്ടത്തിനിടയിൽ നമ്മുടെ ശുശ്രൂഷകളും
നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളുടെയും എല്ലാം ഇടയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ തന്നെ മറക്കാറുണ്ട്. എന്നാൽ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം, നമുക്ക് മുന്നോട്ട് പോകുവാൻ, ദൈവത്തിന്റെ ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും ആത്മീയതയും ഉപവാസവും കുമ്പസാരവും കൗദാശിക ജീവിതവും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെയും കൂടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മ ശക്തിയോടെ മുന്നോട്ട് പോകുവാനുള്ളതായ കൃപ നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. If there is a word to identify priesthood with, I would always call it consecration/dedication. And that means we are dedicating ourselves and God is consecrating us for His people, not for ourselves, for His people. And for that reason, we should sanctify our lives. Yes, we are sinners, I know that. Yes, we lack the glory of God. Yes, I know that. But God should be glorified through us. We should lead saintly life. Not for our own sake, for the sake of the people. Saintly life meaning that we should do what the gospel tells us, what Christ expects us to do, to be models for our community. If they don't see spirituality in us, how can we call them for spirituality? If they don't see dedication in us, how can we call them to be dedicated? If they don't see faith in us, sometimes even faith disappear in our lives as clergy. We cannot show people, we cannot manifest and express the faith that is in us because we start doing things that do not belong to faith and to ministry. So we need to walk in that path of sainthood, of consecration, to consecrate ourselves for the sake of the people of God. നമ്മുടെ അഭിഷേകത്തോട് ചേർന്നുകൊണ്ടുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ഒരു അർപ്പണമായി മാറുവാനും വേണ്ടിയിട്ടാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ തെളിമയോടുകൂടെ ദൈവതിരുസന്നിധിയിൽ അർപ്പിപ്പാനുള്ളതായ ഒരു മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ അഭിഷേകത്തോടുകൂടെ തന്നെ നമ്മുടെ ദൈവത്തിനു മുൻപാകെയുള്ളതായ സമർപ്പണ ജീവിതവും അത്യന്താപേക്ഷിതമാണ്. At the end, the salvation of all souls will be required of us, asked of us. The Lord will tell us what happened to the souls that I gave you. That will be the question we will ദൈവം നമ്മോട് ചോദിക്കുവാനും നാം അഭിമുഖീകരിക്കുവാനും പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ, അവരെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയുന്നു? തമ്പുരാന്റെ മുൻപാകെ ആ കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതായ ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്കുണ്ടാകണം. One last thing. I want to ask you two things to do a favor for me. One is to convey, please, my prayers, my blessings, and my best wishes to all your congregations, to the faithful in your parishes. To tell them that I pray for them, that I love them, and I want them to pray for me. എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ഇടവകകളിലെ ദൈവമക്കളോട്, വാത്സല്യ മക്കളോട് നിങ്ങൾ പ്രത്യേകം പറയണം, ഞാൻ അവരെ സ്നേഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന എന്റെ മക്കളോട് നിങ്ങൾ പറയണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. Of course, I wanted to see all of them. I wish I could go around and see all of them visit all the parish, but unfortunately we couldn't because of the shortage of the visit, and this is my mistake. Katolika Baba wanted me to be here for minimum 40 days, but I could not. So it's my mistake, but I will come quite often and try every time to visit different parishes. എനിക്ക് എല്ലാവരെയും എല്ലാ ഇടവകളിലും വന്ന് എല്ലാവരെയും നേരിൽ കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇത് എന്റെ പ്രശ്നം തന്നെയാണ്. ശ്രേഷ്ഠ ബാബ തിരുമേനി എന്നെ ഒരു നീണ്ട സന്ദർശനത്തിനാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും അവിടുത്തെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇറാഖിലെയും സിറിയയിലും മധ്യപൂർവ്വ ദേശങ്ങളിലെ പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ സന്ദർശനം ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ഇതുപോലെ ഒരു സന്ദർശനം ക്രമീകരിച്ചത്. എന്നാൽ എല്ലാ ഇടവകകളിലും സാധിക്കുന്നിടത്തോളം എല്ലാവരെയും കാണുവാൻ തക്കവണ്ണം ഞാൻ വീണ്ടും എന്റെ മക്കളെ കാണാൻ വരുന്നതായിരിക്കുമെന്ന് വളരെ സ്നേഹത്തോടെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. The second favor I'm going to ask you today is to please each of you, whenever you celebrate Holy Qurban, pray for peace in the church. Just like that, pray for peace without
giving any specific scenario. Ask the Lord, Lord, help us to have peace in the church, and let Him guide us. രണ്ടാമത്തെ എൻ്റെ നിങ്ങളോടുള്ളതായ അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സഭയിൽ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നിബന്ധനകളും കൂടാതെ, ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം എന്താണ് ഈ സഭയിൽ ആവശ്യമുള്ളതെന്ന് അറിഞ്ഞ് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കുർബാനകളിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ളതായ ഒരു അപേക്ഷയും കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്.